ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ജസ്റ്റിൻ ജോൺസ്, സ്പെഷ്യലിസ്റ്റ് ഇൻ ലേൺ ഡിസബിലിറ്റി മാനേജ്മെൻറ്റ്. ഇന്ന് നമ്മൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയം ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ക്ലിനിക്കിൽ വരുന്ന കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ അവരെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? കുട്ടിക്ക് പഠന വൈകല്യമുണ്ട്. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അല്പം ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കും, പറയും കുട്ടിക്ക് പഠന വൈകല്യമുണ്ട്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു എക്സ്പെർട്ടിനെ കാണിക്കണമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അവർ വരാറുണ്ട്. ഈ പഠന വൈകല്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ പലർക്കും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതും അല്ലെങ്കിൽ പഠന വൈകല്യവും പഠന പ്രശ്നങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ലേണിംഗ് ഡിഫിക്കൽറ്റി ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി. ലേൺ ഡിസബിലിറ്റി എന്ന് പറയുന്നതാണ് പഠന വൈകല്യം. ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് പഠന പ്രശ്നങ്ങളാണ്. ഇത് രണ്ടും രണ്ടാണ്. എനിക്ക് തോന്നുന്നു പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളിൽ 98% പഠന പ്രശ്നങ്ങളുള്ള കുട്ടികളാണ്. പഠന വൈകല്യമുള്ള കുട്ടികൾ വളരെ കുറവ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസമെന്ന് ഇന്നൊന്ന് മനസ്സിലാക്കാം. വൈകല്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി തരാം. എനിക്ക് 2 കൈകളുമുണ്ട്. ജന്മന എനിക്ക് 2 കൈകൾ ഉള്ളയാളാണ്. 2 കൈകൾക്കും സ്വാധീനമുള്ള ആളുമാണ്. എൻ്റെ വലത് കൈ ഒരു ആക്സിഡൻറ്റ് പെട്ട് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതുക. പിന്നെ എനിക്ക് വലത് കൈയില്ല. ഈ വലത് കൈ എനിക്ക് തിരിച്ചു വെക്കാനുള്ള സാധ്യതയുമില്ല. ഇനി ജീവിതകാലം മുഴുവനും ഞാൻ വലത് കൈ ഇല്ലാത്തവനെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഈ കൈ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ട് ഞാൻ വൈകല്യമുള്ളവനായിട്ട് മാറി, അംഗവൈകല്യമുള്ള ആളായിട്ട് മാറി. ഇതിൻ്റെ പേരാണ് വൈകല്യം. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ വലത് കൈ കൊണ്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇടത് കൈ കൊണ്ട് ചെയ്ത് ശീലിച്ച് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകും. ഇതാണ് വൈകല്യം. ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഈ വലത് കൈ, അതേ ഉദാഹരണം എടുക്കുക. വലത് കൈക്ക് ഒരു അപകടം പറ്റി, വലത് കൈ പൊട്ടി. ഞാൻ ഈ സ്ലിങ്ങിൽ ഇട്ടേക്കാണ്. ഒരു 3-4 മാസത്തോളം സ്ലിങ്ങിലിടുന്നു. അതിനുശേഷം എൻ്റെ കൈ ശരിയാകുന്നു, ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ഇത് ഓക്കെയായി. വീണ്ടും ഞാൻ പഴയതുപോലെ വലത് കൈ ഉപയോഗിക്കാൻ തുടങ്ങും. ഇതിൻ്റെ പേര് പ്രശ്നങ്ങളാണ്. ഇതാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ. പഠന വൈകല്യവും പഠന പ്രശ്നങ്ങളും ഇതുപോലെ തന്നെ വേർതിരിച്ച് കാണണം. പഠന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് കണ്ണിന് കാഴ്ചയുള്ള കുട്ടിക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റില്ല. സ്കൂളിൽ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാനായിട്ട് പറ്റില്ല. എഴുതിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ വരുമ്പോൾ കുട്ടിക്ക് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വരും. പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ കുട്ടിക്ക് എന്ത് പറ്റുന്നു? പഠന പ്രശ്നം ഉണ്ടാകുന്നു. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ മുതിർന്നവരുണ്ട്. അവരൊക്കെ വൈകുന്നേരങ്ങളിൽ കുട്ടി പഠിക്കുന്ന സമയത്ത് ഉച്ചത്തിൽ TV വെക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവിടെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്കോ മറ്റാർക്കും അതൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല. കുട്ടിക്ക് സ്വസ്ഥമായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമാണ്. വീട്ടിൽ വന്നിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. തിരിച്ച് സ്കൂളിൽ ചെല്ലുമ്പോൾ ഇന്നലെ ചെയ്തുകൊണ്ട് വരേണ്ട കാര്യങ്ങൾ ഒന്നും കുട്ടി ചെയ്തിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അതിനോടനുബന്ധിച്ച് മാർക്ക് കുറയുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതും ഒരു പഠന പ്രശ്നമാണ്. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടായേക്കാം. ഇതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് പഠന പ്രശ്നങ്ങളാണ് 99% കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അതൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും. പഠന വൈകല്യം എന്ന് പറയുന്നത് സ്പെസിഫിക് ലേൺ ഡിസബിലിറ്റി എന്ന് പറയാറുണ്ട്. 3 കാര്യങ്ങളാണ്: ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ. എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, വായനയുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, കണക്കുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ. ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം മിനിമൽ ഡിസ്ഫങ്ഷൻ ഓഫ് ബ്രെയിൻ എന്നാണ് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന, ഇതുവരെ കൃത്യമായിട്ട് കാരണം കണ്ടുപിടിക്കാത്ത, ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ കാരണങ്ങളുള്ള എന്തോ ഒന്നാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ശരിക്കും പഠന വൈകല്യമുള്ള ഒരു കുട്ടി ജീവിതകാലം മുഴുവനും പഠന വൈകല്യമുള്ള കുട്ടിയായിട്ട് തന്നെ നിലനിൽക്കും.
അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പഠന പ്രശ്നങ്ങളുള്ള കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.